കോൺഗ്രസിനും UDF-നും ഉണ്ട്. ജനങ്ങളോട് നീതി പുലർത്താനല്ല, ജനങ്ങളുടെ ജനാധിപത്യ മനസ്സിനോട് നീതി പുലർത്താനുള്ള ബാധ്യത അവർക്കുണ്ട്. ആ ബാധ്യത അവർ നിറവേറ്റുന്നില്ല. കേരളത്തിൽ ഗവൺമെന്റ് രൂപീകൃതമായിട്ടില്ലെങ്കിലും ഗവൺമെന്റിന്റെ ഭാഗമായി നടക്കേണ്ടുന്ന നിരവധി ഭരണ നടപടികൾ തുടരുകയാണ്. സംഘടനാ ഭാരവാഹികൾ കൊടുക്കുന്ന ലിസ്റ്റിനനുസരിച്ച് സർക്കാർ ജീവനക്കാരെ തലങ്ങും വിലങ്ങും സ്ഥലം മാറ്റം നടത്തി തുടങ്ങി. ഏത് ഗവൺമെന്റ് തീരുമാനപ്രകാരമാണെന്നറിയില്ല. സംഘടനാ ഭാരവാഹികൾ നൽകുന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥന്മാർ ഇത് നടപ്പിലാക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് യഥാർത്ഥത്തിൽ നീതിയാണോ? ഒരു സമൂഹത്തോട് കാണിക്കേണ്ടുന്ന രാഷ്ട്രീയമായിട്ട് ഭിന്നതകളൊക്കെ ഉണ്ടായേക്കാം. ഒരു ഗവൺമെന്റ് പോലും രൂപീകരിക്കാത്ത സന്ദർഭത്തിൽ സംഘടനാ ഭാരവാഹികൾ കൊടുക്കുന്ന നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥന്മാർ സ്ഥലമാറ്റം നടത്തുന്നു. ചിലർ നിർബന്ധമായി ലീവ് എടുത്തു പോകേണ്ടുന്ന സ്ഥിതി വരെ ചില മേഖലകളിൽ വന്നിട്ടുണ്ട്. മനസ്സിലാക്കിയിട്ടുള്ളൊരു വിവരം സപ്ലൈകോയുടെ അരിവിലയിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. സാധാരണ ഈ അരിവിലയിൽ ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ 13 ഇനം സാധനങ്ങൾക്ക് വിലവർദ്ധനവില്ല. പിന്നീട് ഒരിക്കൽ വില വർദ്ധിപ്പിക്കുന്നത് ക്യാബിനറ്റിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ ക്യാബിനറ്റാണ് തീരുമാനിക്കേണ്ടത്. അതൊന്നും ചെയ്യാതെ സപ്ലൈകോന്റെ ഡിപ്പോയിലൂടെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന അരിക്ക് 2 രൂപ വില കയറ്റി എന്നുള്ളതാണ് പുറത്തു വന്നിട്ടുള്ള വിവരം. ഇത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. അപ്പൊ ഇങ്ങനെ ജനദ്രോഹ നടപടികൾ സ്വീകരിക്കുന്ന കാര്യത്തിൽ അവർ തുടക്കം കുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഗവൺമെന്റ് ഇതുവരെ രൂപീകൃതമായിട്ടില്ല. ഗവൺമെന്റ് രൂപീകൃതമാകുന്നതിന് മുമ്പ് തന്നെ ഉദ്യോഗസ്ഥരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇത്തരം ചില നടപടികൾ അവർ സ്വീകരിക്കുന്നു. ഇത് നീതിപൂർവമല്ല. ഇതൊരു ജനാധിപത്യ സമൂഹത്തിൽ സ്വീകരിക്കേണ്ടുന്ന നടപടികളുമല്ല. അതുകൊണ്ട് അത്തരം നിലപാടുകൾ വളരെ അങ്ങേയറ്റം കടുത്ത പ്രതിഷേധാർഹമാണ്. സ്വാഭാവികമായിട്ടും ഈ നടപടികളെല്ലാം എതിർത്തു പോകേണ്ടി വരും എന്നുള്ളതാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവിടെ ജനക്ഷേമ നടപടികൾ തുടരാനും വികസന പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനും എല്ലാവിധ പിന്തുണയും അറിയിച്ചിട്ടുണ്ട്. ന്യായമായ എല്ലാ പ്രശ്നങ്ങളിലും ആവശ്യമായ സഹായം, ഇവിടെ നടപ്പിലാക്കിയ ജനക്ഷേമ നടപടികൾ തുടരാൻ എന്ത് പിന്തുണ വേണമെങ്കിലും കൊടുക്കാൻ തയ്യാറാണ്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായൊരു നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ പ്രശ്നങ്ങളെ എതിർക്കേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഇതാണ് പറയാനുള്ള വിഷയം. VD സതീശനുമായി ബന്ധപ്പെട്ട് ഇപ്പൊ പറഞ്ഞ ആരോപണം വാർത്ത ഒരു 3-4 ദിവസം മുമ്പ് ചാനലിൽ വന്നതാണ്. ആ ഒരു വാർത്ത മാത്രം കണ്ട് നമ്മളെ പോലെ ആ വാർത്ത മാത്രം കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുകയാണ്. പരിശോധന ഞാൻ പരിശോധന നടത്തണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. 3 ദിവസമായി അല്ല, 3 ദിവസം കഴിഞ്ഞിട്ടും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഒരു വിശദീകരണം വരുന്നില്ല. AICC വിശദീകരിക്കുന്നില്ല, KPCC വിശദീകരിക്കുന്നു. ഞാൻ ഉന്നയിക്കല്ല ആരോപണം ഞാൻ ഉന്നയിച്ചതല്ല, ഞാൻ ഉന്നയിക്കുന്നുമില്ല. അത് ശരിയാണെന്നുള്ള അഭിപ്രായവും ഞാൻ പറഞ്ഞിട്ടില്ല. ആ ആരോപണം ശരിയാണോ തെറ്റാണോ എന്ന് പറയേണ്ടത് കോൺഗ്രസിന്റെ നേതൃത്വമാണ്. ഇപ്പൊ എല്ലാ ദിവസവും ചാനൽ ഇത് വന്നുകൊണ്ടിരിക്കുകയാണ്. ബിഗ് TV വളരെ ഗൗരവത്തോടുകൂടി വാർത്ത പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ശരിയോ തെറ്റോ എന്നുള്ളതൊന്നും ഞാൻ പറയുന്നില്ല. ഇതിൽ ജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാവാതിരിക്കണമെന്നുണ്ടെങ്കിൽ ആവശ്യമായ വിശദീകരണം നൽകണം. അതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. കൈരളിയിലല്ല വന്നത്. ഇല്ല, ഇത് ഞാൻ പറയുന്നത് കേൾക്ക്. കൈരളിയിലല്ല ഈ വാർത്ത വന്നത്. കൈരളിയിൽ വരാത്ത ഒരു വാർത്തയെ സംബന്ധിച്ച് എന്തിനാ കൈരളിയോട് അന്വേഷിക്കുന്നത്? ബിഗ് ടിവിയിലാണ്. ബിഗ് ടിവിയിൽ വന്ന വാർത്ത ശരിയാണെന്നോ തെറ്റാണെന്നോ ഞാൻ പറയുന്നില്ല. അത് ഇങ്ങനൊരു വാർത്ത കേരള രാഷ്ട്രീയത്തിൽ മുഴങ്ങി വന്നിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് എന്താണ് വിശദീകരണം എന്നുള്ളത് കോൺഗ്രസ് നടത്തിയാൽ മതി.
ഈ കോൺഗ്രസ് അതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ കോൺഗ്രസിനെതിരായിട്ട് ഒരു ആരോപണം ഉന്നയിച്ചിട്ടില്ല. കോൺഗ്രസുമായി ബന്ധമുള്ള ചില മാനേജ്മെന്റുകളിലൊക്കെ ചാനൽ നമുക്ക് രീതിയിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ കോൺഗ്രസിനകത്ത് മുഖ്യമന്ത്രി തർക്കം വന്നതിന് ശേഷം വന്ന ഒരു വാർത്തയാണെന്നുള്ള രീതിയിൽ മുഖ്യമന്ത്രി തർക്കം ഉണ്ടോന്ന് പോലും എനിക്കറിയില്ല. അവർ തമ്മിൽ തർക്കിക്കുന്നുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ CPM ഇതിൽ കക്ഷി ചേരുകയാണ്. ഇല്ല, CPM കക്ഷി ചേർന്നിട്ടില്ല. CPM ഇത് സംബന്ധിച്ച് അഭിപ്രായം, ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ എന്നുള്ള നിലയിൽ ആണ് ഈ പ്രശ്നം ഉന്നയിക്കുന്നത്. CPM എന്നുള്ള നിലയിലല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ എന്നുള്ള നിലയിൽ കേരളത്തിൽ ഉയർന്നു വന്ന ഈ പ്രശ്നങ്ങളിൽ തെറ്റിദ്ധാരണ നീക്കാൻ ആവശ്യമായ വിശദീകരണമാണ്. അതേ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥമുള്ളൂ. ഞാൻ ഈ ആരോപണത്തെ അംഗീകരിച്ചിട്ടില്ല, ആരോപണത്തെ ഞാൻ ന്യായീകരിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട ചാനൽ ഇവിടെ ഈ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണ് അതിന്റെ വസ്തുത? ശ്രീ സതീശൻ ഈ 1-ാം തീയതി യാത്ര നടത്തി എന്നുള്ളത് ശരിയാണ്. അതിന് അദ്ദേഹത്തിന്റെ വിശദീകരണം, അതും ഞാൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ വിശദീകരണം ഏത് ക്ഷേത്ര പറഞ്ഞത്? മൂകാംബിക ക്ഷേത്രത്തിൽ. മൂകാംബിക ക്ഷേത്രം സന്ദർശിക്കുന്നതിന് വേണ്ടി പോയി എന്നാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം. ആ വിശദീകരണം വന്നിട്ടും ബിഗ് TV ഇതിങ്ങനെ വ്യാപകമായിട്ട് പ്രചരിപ്പിക്കുന്നു. ബിഗ് TVയിൽ ഇത് ഇക്കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിനെതിരായിട്ട് എന്തെങ്കിലും പ്രതികരണം വന്നതായിട്ടും എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഇത് പറയാൻ കാരണം. പക്ഷെ CPM ഈ ആരോപണത്തിൽ കക്ഷി ചേർന്നിട്ടില്ല. CPM ഉന്നയിക്കുന്ന ആരോപണമല്ല ഇത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇതൊരു ആരോപണമായിട്ട് ഉന്നയിച്ചതല്ല. ഇങ്ങനെ വന്നൊരു ആരോപണത്തെ കുറിച്ച് ആവശ്യമായ വിശദീകരണം നൽകണമെന്നാണ്. അത് സംബന്ധിച്ചുള്ള ഒരു അന്വേഷണം വേണമെന്നുള്ളതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതല്ലാതെ ആരോപണം ന്യായീകരിക്കാനോ ആരോപണത്തെ സ്ഥിരീകരിച്ചുകൊണ്ടുള്ള ഒരു സമീപനം ഞാൻ എടുത്തിട്ടില്ല. ഈ പ്രതിപക്ഷ നേതാവിന്റെ കാര്യത്തിൽ തീരുമാനമുണ്ടോ? അതിപ്പോ അവർക്കേ പറയാൻ പറ്റുള്ളൂ. ആ പ്രതിപക്ഷ നേതാവിന്റെ അത് മുഖ്യമന്ത്രി തീരുമാനം വന്നോട്ടെ. എന്തിനാ ഇപ്പൊ തീർക്കുന്നത്? അതിലെന്ത് കാത്തിരിക്കാൻ? മുഖ്യമന്ത്രി വന്നിട്ടല്ലേ പ്രതിപക്ഷ നേതാവ്. പ്രതിപക്ഷ നേതാവിന്റെ കാര്യം പറയേണ്ട സമയത്ത് പറയും, തീരുമാനിക്കേണ്ട സമയത്ത് തീരുമാനിച്ചു പറയും. ഇത്രേ കാര്യമുള്ളൂ. അതിന് ഒരു തർക്കത്തിന്റെ പ്രശ്നമല്ല. നിങ്ങൾ ഉന്നയിക്കുന്ന രീതിയിലുള്ള ഒരു തർക്കത്തിന്റെയും പ്രശ്നം പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കുന്ന കാര്യത്തിൽ ഇല്ല. എന്തെന്ന്? അല്ല, ആയിക്കോട്ടെ, ഓരിപ്പോ സമയമാകുമ്പോ തീരുമാനിച്ചാൽ മതി. ഞാൻ കാര്യം പറയണ്ടല്ലോ, പറഞ്ഞില്ലല്ലോ. മുഖ്യമന്ത്രിയെ കോൺഗ്രസ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് CPM പ്രതിപക്ഷ നേതാവ് പ്രഖ്യാപിക്കില്ല. അങ്ങനെ വേണോ? ഇല്ല, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. പറയാത്ത കാര്യം നിങ്ങൾ വ്യാഖ്യാനിച്ചിട്ട് പറയിപ്പിക്കല്ല. അല്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചു പറയും ആരാണ് പ്രതിപക്ഷ നേതാവ്. CPM ആണ് അത് തീരുമാനിക്കേണ്ടത്. CPM അത് തീരുമാനിച്ചു പറയും. അത്രേ കാര്യമുള്ള അതിന്റെ കാര്യത്തിൽ. അത് എപ്പോ പറയും, ഏത് സമയം പറയും എന്നുള്ളതിനെ പറ്റി ഞാനൊന്നും പറയുന്നില്ല. അത് നിങ്ങൾ ചോദിച്ചതിനുള്ള ഒരു മറുപടി മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ മുഖ്യമന്ത്രിയുടെ തീരുമാനം വന്നിട്ടില്ലല്ലോ. വരാതെ അത് വരട്ടെ, വന്നതിന് ശേഷം മതിയല്ലോ പ്രതിപക്ഷ നേതാവ്. ഈ 10 വർഷം മുഖ്യമന്ത്രിയായ സ്ഥാനത്തേക്ക് തോറ്റു, വളരെ ദയനീയമായി തോൽവി ഏറ്റുവാങ്ങി. അതിനുശേഷം ഇനി പ്രതിപക്ഷ ദയനീയമായി തോൽവി 19,000 വോട്ടിന് ജയിച്ചത്. അതേനാരും ദയനീയമായി തോൽവി കേരളത്തിലാകെ. അല്ല, മുഖ്യമന്ത്രിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് പറഞ്ഞതാണ്. ദയനീയമായി തോൽവി മുന്നണി ഏറ്റുവാങ്ങി. ആ സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് പിണറായി വിജയൻ വേണ്ട എന്നാണ് CPIയുടെ നേതൃയോഗത്തിൽ ഉയർന്ന അഭിപ്രായം. മാത്രമല്ല, ഉപമുഖ്യമന്ത്രി സ്ഥാനം CPIക്ക് കൊടുക്കണം. പറയട്ടെ, ഉപനേതാവ് സ്ഥാനം, പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം ആവശ്യപ്പെട്ടിട്ടുമുണ്ട് CPI. CPI ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരോട് അന്വേഷിച്ചാൽ മതി. CPIയുടെ ജനറൽ സെക്രട്ടറിയുടെ ഒരു പത്രസമ്മേളനത്തിലെ വാർത്ത ഇന്ന് പത്രം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഞാനത് ജനകീയ പത്രത്തിൽ വന്ന വാർത്ത പൂർണ്ണമായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. ആ വാർത്തയിലൊന്നും താങ്കൾ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നിട്ടില്ല. പ്രതിപക്ഷ നേതാവിന്റെയും ഉപനേതാവിന്റെയും ഒക്കെ പ്രശ്നം കേരളത്തിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കും എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. CPIക്ക് അങ്ങനെ ഒരു ഡിമാൻഡ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. CPIയുടെ ജനറൽ സെക്രട്ടറി പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു വിവരമാണ്. അവിടെ അഖിലേന്ത്യാ പാർട്ടി നേതൃത്വം സംസാരിച്ചതിന് ശേഷം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഞങ്ങളത് ഇപ്പം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് ഈ വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. സാധാരണ കീഴ്വഴക്കം അനുസരിച്ച് CPIM തീരുമാനിക്കേണ്ടതാണ് ആരാണ് പ്രതിപക്ഷ നേതാവ്. അത് ഇവിടുത്തെ CPI നേതൃത്വവും അത് വ്യക്തമാക്കിയിട്ടുണ്ട്. അത് CPIM ആണ് തീരുമാനിക്കേണ്ടത്. പിണറായി വിജയൻ ഇങ്ങനെ പ്രതിപക്ഷ നേതാവ് ആവാൻ പാടില്ല
എന്ന നിലപാട് CPI എടുത്തതായിട്ട് എനിക്കറിയില്ല. അങ്ങനെ എടുത്തതായിട്ടുള്ള ഒരു വിവരവും നമ്മുടെ മുമ്പിൽ വന്നിട്ടില്ല. അതാണ് ഇതിന്റെ കാര്യം. ഉപനേതാവ് എന്നുള്ളത് അവരുടെ അഭിപ്രായം പറഞ്ഞു, അത്ര കാര്യമുള്ളൂ. അങ്ങനെ എടുത്താൽ മതി. അത് അല്ല, ഉപനേതാവ് സ്ഥാനം വേണം എന്ന് ക്യാമറയ്ക്ക് മുമ്പിൽ വന്ന് അവര് പറയാലോ, ഒരു പാർട്ടി എന്നുള്ള നിലക്ക് പറയാലോ. അതെങ്ങനെ എടുത്താൽ മതി. അത് തീരുമാനമല്ലല്ലോ. ഒരു സർക്കാരും കൂട്ടായി എടുത്ത തീരുമാനങ്ങൾ അതിനെല്ലാം കണ്ടിരിക്കുകയാണ് ഇപ്പോൾ CPIയുടെ സംസ്ഥാന സെക്രട്ടറി. എങ്ങനെ ആശാസമരം കൈകാര്യം ചെയ്തതിൽ ആ രീതി തെറ്റായി. നിങ്ങൾ ദയവ് ചെയ്തിട്ട് CPI വിശദീകരിക്കേണ്ടുന്ന പ്രശ്നം എന്നോട് ചോദിക്കല്ല. അത് അവരോട് നിങ്ങൾ സംസാരിച്ചോ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാടിനെ കുറിച്ച് ഞാൻ നിങ്ങളെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു തവണയാണ് യോഗം ചേർന്നത് ഇലക്ഷൻ റിസൾട്ടിന് ശേഷം. അത് ഒരു പ്രാഥമികമായ അവലോകനം നടത്തി. ആ അവലോകനത്തിന്റെ ഭാഗമായിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ തിരിച്ചടിയേറ്റു ആ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ. അതിനുള്ള കാരണം എന്താണ് എന്നുള്ളത് വളരെ ഗ്രാസ് റൂട്ട് ലെവലിൽ ഞങ്ങൾ പരിശോധിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ തിരുത്തേണ്ടുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അത് തിരുത്തും. ഇത്രയും കാര്യങ്ങളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് ആലോചിച്ചത്. അതല്ലാതെ ഇതിന്റെ മറ്റ് വിശദാംശങ്ങളെല്ലാം താഴെ പാർട്ടി നിലവാരത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. ആ ചർച്ചകളുടെ അടിസ്ഥാനത്തുള്ള തീരുമാനങ്ങൾ വരട്ടെ. അതിന്റെ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജൂൺ അവസാനം യോഗം ചേർന്ന് ഇതിന്റെ മറ്റ് തുടർ നിലപാടുകളെ സംബന്ധിച്ചിടത്തോളം തീരുമാനമെടുക്കും. ഇതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ തീരുമാനിച്ചിട്ടുള്ളത്. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അതാണ് ഇപ്പോഴും പറയാനുള്ളൂ. ഇനി അതിന്റെ പുറത്ത് CPI എടുത്ത തീരുമാനത്തെ കുറിച്ചോ CPIയുടെ നിലപാടല്ലേ, അത് അവര് വിശദീകരിച്ചോട്ടെ. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ള നിലയ്ക്ക് എന്റെ തലയിൽ വെക്കല്ല ദയവ് ചെയ്തിട്ട്. കഴിഞ്ഞ വാർത്താ സമ്മേളനത്തില് CPI പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം ചോദിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് ഉന്നയിച്ചിട്ടില്ല. ചോദിച്ചപ്പോൾ പറഞ്ഞത് TP രാമകൃഷ്ണൻ അങ്ങനെ പറഞ്ഞില്ല, പറഞ്ഞെങ്കിൽ തന്നെ അത് വസ്തുതയല്ലെന്നാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യോഗത്തിൽ പറഞ്ഞില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അത് ചിലപ്പോ ഉണ്ടാവും. അല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ യോഗത്തിൽ അങ്ങനെ ഒരു വിഷയം ഉന്നയിക്കപ്പെട്ടിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല, അങ്ങനെ ഞാൻ പറയുന്നില്ല. അത് നിങ്ങളെ അഭിപ്രായത്തിൽ കിടക്കട്ടെ, എന്റെ അഭിപ്രായത്തിൽ ചേർക്കല്ല. ഇല്ല, ആശാസമരത്തിനൊക്കെ അന്ന് തന്നെ ക്ലാരിറ്റി വരുത്തിയതാ. ഇല്ല, ആശാസമരത്തോടെടുത്ത നിലപാട് തെറ്റായിരുന്നു എന്നുള്ളത് എവിടെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചിട്ടില്ല. കാരണം ആശാസമരത്തിന്റെ ലക്ഷ്യം പ്രശ്നം പരിഹരിക്കലായിരുന്നില്ല. ആശാസമരത്തിന്റെ പ്രശ്നം ഉയർന്നു വന്നപ്പോൾ തന്നെ ഗവൺമെന്റ് വിളിച്ച് ചർച്ച നടത്തി പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളതാണ്. അതിന് സഹായകരമായ നിലപാട് സ്വീകരിച്ചില്ല. രാഷ്ട്രീയമായിട്ട് അതിനെ വേറെ വഴിക്കൂടെ തിരിച്ചുവിടാനുള്ള പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരുന്നത്. അതാണ് അതിന്റെ വിശദാംശങ്ങളൊന്നും പിന്നീട് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് ഒരു തലമുറ മാറ്റം വരണം, അങ്ങനെ ഒരു താല്പര്യം മുന്നണിയിൽ ആലോചിക്കാത്ത കാര്യം ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇല്ല, മുന്നണിക്കകത്തൊരാലോചന ഇത് സംബന്ധിച്ച് നടന്നിട്ടില്ല. മുന്നണിയിലല്ല യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവ് ആരാണെന്ന് തീരുമാനിക്കേണ്ടത്. തീരുമാനിച്ച പിന്നെ മുന്നണിക്കകത്ത് ഞങ്ങൾ അഭിപ്രായം ഉണ്ടാക്കും, അത്രയേ ഉള്ളൂ. CPM ആണോ തീരുമാനിക്കുന്നത് നമ്മളെ പാർലമെന്ററി വ്യവസ്ഥക്കനുസരിച്ച്. എന്തിന് ധൃതി പിടിക്കുന്നത്? ധൃതി പിടിക്കാൻ അവരോട് ചോദിക്കും മുഖ്യമന്ത്രി എപ്പോൾ വരുമെന്ന്. മുഖ്യമന്ത്രി വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ പ്രതിപക്ഷ നേതാവിനെ നിശ്ചയിച്ച പോരെ. ഈ പ്രതിപക്ഷ നേതാവിനെ നിശ്ചയിക്കാത്തതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇവിടെ ഗവൺമെന്റ് അല്ലേ വേണ്ടത്. ആദ്യം ഗവൺമെന്റ് അല്ലേ വേണ്ടത്. ഗവൺമെന്റ് ഒരു മുഖ്യമന്ത്രിയുടെ പ്രശ്നം മാത്രമല്ല, മന്ത്രിമാരും വരണ്ടേ. മന്ത്രിമാരും വരണല്ലോ. ഇവിടെ ഇപ്പൊ ഓരോ വകുപ്പിലും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം, അതിനൊന്നും നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ലേ? അത് കേരളത്തിൽ നടക്കുകയല്ലേ തെറ്റായ രീതി. അതിനെക്കുറിച്ചല്ലേ വിമർശിക്കേണ്ടത്. കാവൽ മന്ത്രിസഭയ്ക്ക് അതിൽ റോളൊന്നുമില്ല. അതൊരു ജനാധിപത്യ വ്യവസ്ഥയിൽ നടക്കുന്ന കാര്യമല്ലല്ലോ. തെരഞ്ഞെടുപ്പ് പരാജയത്തിനെ സംബന്ധിച്ച് വിലയിരുത്തി കഴിയുമ്പോഴേ എന്തിനാ ഇങ്ങനെ പറഞ്ഞു? ഞാൻ ഇതിന്റെ ഉത്തരവൊക്കെ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞതാ. തെരഞ്ഞെടുപ്പ് പരാജയം വിലയിരുത്തി എന്ത് എന്നുള്ളതൊക്കെ ഇനി തീരുമാനിക്കേണ്ട കാര്യമല്ലേ? അല്ലെ, പൊതുസമൂഹത്തിൽ രണ്ട് കാര്യം. ഒന്ന്, ഉത്തരവാദി ഇല്ല, അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അംഗീകരിക്കുന്നില്ല. രണ്ട്, പാർട്ടി സെക്രട്ടറി ആയിരുന്ന
എം.വി. ഗോവിന്ദ മാഷാണ്. അത് അഭിപ്രായമല്ലേ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അഭിപ്രായമല്ല. ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? ഓ, അത് നിങ്ങളുടെ മീഡിയാസൊക്കെ ചില ചർച്ചകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ അങ്ങനെ ഒരു വിലയിരുത്തല് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ CPM-നോ ഇതുവരെ നടത്തിയിട്ടില്ല. അല്ല, നടക്കുമല്ലോ എന്നൊക്കെ വേറെ കാര്യം, അത് പിന്നെ അത് വരുന്ന സമയത്തേക്ക് അറിയാം. ശരി, ഓക്കെ. വേറൊരു വിഷയം, ഇപ്പൊ ഈ പെട്രോൾ ഡീസൽ വില കൂടാൻ പോകുന്നത്, അപ്പൊ വിലക്കയറ്റം ഭയങ്കരമായിട്ട് കേരളത്തിൽ വന്നിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് മുന്നണിയിൽ എന്തെങ്കിലും അല്ല, അത് ഇപ്പൊ തീരുമാനിച്ചിട്ടില്ല. ഈ രാജ്യത്തിന്റെ സ്ഥിതി അത്യന്തം ദയനീയമാണ്. സാമ്പത്തിക പ്രതിസന്ധി വലിയ പ്രശ്നങ്ങൾ ജനങ്ങളുടെ ജീവിതത്തിൽ സൃഷ്ടിക്കാനാണ് സാധ്യത. ഇവിടെ നമ്മുടെ പല പല അങ്ങാടികളിലും പട്ടണങ്ങളിലെല്ലാം ധാരാളം ഹോട്ടലുകൾ ഇപ്പോൾ പൂട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. പാചകവാതകം ലഭിക്കാത്തതിനെ തുടർന്നാണ്. അപ്പോൾ ഈ പ്രതിസന്ധി നമ്മുടെ സാധാരണ കുടുംബങ്ങളുടെ അടുക്കളയിൽ വരെ ഇപ്പൊ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അതിന് പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള നിലപാടുകൾ കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്നില്ല. ഈ പാചകവാതക വിലക്കയറ്റം തടയാനും ആവശ്യാനുസരണം പാചകവാതകം എത്തിക്കുന്നതിനോ എന്താണ് കേന്ദ്ര ഗവൺമെന്റ് നടപടി എന്നുള്ളത് കേന്ദ്ര ഗവൺമെന്റാണ് വ്യക്തമാക്കേണ്ടത്. അതല്ലാതെ ഇതിന്റെ ഭാരം മുഴുവൻ ജനങ്ങളുടെ തലയിൽ, ഗവൺമെന്റ് നയത്തിന്റെ ഭാഗമായി രൂപപ്പെട്ടിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധിയുടെ ഭാരം മുഴുവൻ ജനങ്ങളുടെ തലയിൽ അടിച്ചേൽപ്പിക്കുന്ന നടപടി ശരിയല്ല. അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സംഭവങ്ങൾ നോക്കി ഞങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇന്ത്യയിൽ നോയിഡ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു സമരം നടന്നല്ലോ, തൊഴിലാളികളുടെ. കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കിയ ലേബർ കോഡിനെതിരായിട്ടുള്ള സമരമാണ്. ആ ലേബർ കോഡ് നിങ്ങൾ ഉൾപ്പെടെ ബാധിക്കുന്നതാണെന്നുള്ളത് കാര്യത്തിൽ തർക്കമില്ലല്ലോ. വേജ് ബോർഡിനെ പോലും ഇല്ലാതാക്കുന്ന നിലപാടിലേക്കാണ് ലേബർ കോഡ് എത്തുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത്തരം ജനവിരുദ്ധ നടപടികൾ തുടരുകയാണ്. ആ തുടർച്ച, അതിനെതിരായിട്ട് തൊഴിലാളികളുടെ വിപുലമായ സമരങ്ങൾ രാജ്യത്ത് ശക്തിപ്പെട്ടു വന്നിട്ടുണ്ട്. അപ്പം ഇവിടെ കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്ന സമീപനങ്ങൾ ജനങ്ങളുടെ ജീവിതത്തെ സാരമായി ബാധിക്കുന്നു എന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് ആ ഗവൺമെന്റ് തിരുത്തൽ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. ഗവൺമെന്റിനെ കൊണ്ട് തിരുത്തിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ബഹുജന മുന്നേറ്റം കേരളത്തിൽ രാജ്യത്തുടനീളം രൂപപ്പെടേണ്ടതുണ്ട്. അതിനാവശ്യമായ ആലോചനകൾ ദേശീയ തലത്തിൽ നടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനനുസരിച്ച് ഈ ജനങ്ങളുടെ പ്രക്ഷോഭങ്ങൾ ഇത്തരം പ്രശ്നങ്ങളിൽ ശക്തമായിട്ട് ഉയർന്നു വരേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്താ അത്? റേഷൻ അരി നിർത്തലാക്കിയോ? അല്ല, എനിക്കറിയില്ല അത്. റേഷൻ അരി എങ്ങനെയാ നിർത്താൻ കഴിയാ? റേഷൻ അരി നിർത്തിയ വിവരം എനിക്ക് അറിയില്ല. എന്താന്നുള്ളത് നോക്കിയിട്ടേ പറയാൻ കഴിയുള്ളൂ. അങ്ങനെയാണെങ്കിൽ അത് കുറച്ച് കടുത്ത നിലപാടാവും. മദ്യത്തിന്റെ വില കുറച്ചില്ലെന്നൊന്നും എനിക്കറിയില്ല. ഓക്കെ, ശരി.